യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നല്ല ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാവുന്ന രണ്ട് മെത്തേഡിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിനായി ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല നീളമുള്ള ഉരുളക്കിഴങ്ങ് നോക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ കനം കുറച്ചെടുക്കാതെ കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതാ ഈ ഒരു കനത്തിൽ വേണം നമ്മൾ എപ്പോഴും ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കാൻ. ഒരുപാട് കനം കുറച്ച് അരിഞ്ഞാൽ ഫ്രൈസ് ഉണ്ടാക്കുമ്പം നന്നായി വരില്ല. ഇനി നമുക്കിത് ഫ്രഞ്ച് ഫ്രൈസിന്റെ ഷേപ്പിലേക്ക് അരിഞ്ഞെടുക്കാം. ഒരുപാട് കനം കുറച്ച് അരിയരുത്, കുറച്ച് കനത്തിൽ വേണം അരിയാൻ വേണ്ടി. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഈ അരിഞ്ഞെടുത്ത ഫ്രൈസ് എല്ലാം നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പം ഞാൻ എല്ലാ ഫ്രഞ്ച് ഫ്രൈസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി നന്നായിട്ട് സ്റ്റാർച്ച് കളഞ്ഞ് എടുത്തു വെക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ നന്നായി കഴുകി എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾക്ക് ആദ്യത്തെ മെത്തേഡിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇടാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഈ പാത്രം അടച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഉരുളക്കിഴങ്ങ് ഒരിക്കലും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കരുത്. ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും. നമ്മൾ വേവിച്ചെടുത്താൽ പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ക്രിസ്പിയായി വരില്ല. ഇങ്ങനെ വാട്ടിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വാട്ടിയെടുത്ത ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെള്ളം കളഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കോൺഫ്ലോറും ഉപ്പും എല്ലാം ഉരുളക്കിഴങ്ങ് പീസിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം ഈ ഉരുളക്കിഴങ്ങ് പീസിന്റെ എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലോറും ഉപ്പും എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് പീസുകളെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നല്ല ഗോൾഡൻ യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇതാണ് ഫ്രഞ്ച് ഫ്രൈസിന്റെ കറക്റ്റ് പാകം. നമുക്കിനി ഇത് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കി സ്റ്റാർച്ച് എല്ലാം കളഞ്ഞ് ഒരു കിച്ചൺ ടവലിലിട്ട് നന്നായി വെള്ളം തുടച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളമൊക്കെ തോർത്തിയെടുത്ത ഉരുളക്കിഴങ്ങ് പീസ് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം. മാക്സിമം ഒരു 3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും. നമ്മൾ ആദ്യം തന്നെ എല്ലാം ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഒരു 3 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് കോരിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് നേരമായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമുക്കിത് കോരി മാറ്റാം. ഉരുളക്കിഴങ്ങ് പീസെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും കൂടി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം.
ഇങ്ങനെ നമ്മൾ ഡബിൾ മെത്തേഡിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾക്ക് ലഭിക്കും. ഇപ്പോൾ ഫ്രൈസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഒരുപാട് കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത ഫ്രഞ്ച് ഫ്രൈസിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മെത്തേഡ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 മെത്തേഡിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾക്ക് കിട്ടും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.